അനിൽകുമാർ, ഈ വിഴിഞ്ഞത്തേക്ക് MSC വരുന്നത് ഈ അദാനിയുടെ പോർട്സിന്റെ 49% ഓഹരി ഏറ്റെടുക്കുകയാണെങ്കിൽ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ കൺസേൺ ആശങ്കകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകൃതി പറഞ്ഞപ്പോൾ അദാനി മുൻകൂട്ടി സർക്കാരിനൊന്നും അറിയിക്കാൻ പറ്റിയില്ല. അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ഇത് സതീശൻ പറയുന്നതാണോ KC വേണുഗോപാൽ പറയുന്നതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണത്? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാന സർക്കാർ ഒരു കത്തെഴുതണം. അദാനി കത്തെഴുതാൻ മറന്നുപോയി, അതൊക്കെ മാപ്പാക്കിയേക്കാം. ഇതല്ലേ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട രാജു പി നായർ പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ രണ്ട് കാര്യം ഞാൻ തിരുത്താം. ഒന്ന്, വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ ചൈനീസ് കമ്പനി, ബന്ധമുള്ള കമ്പനി ടെൻഡർ പിടിച്ചത് ഉമ്മൻചാണ്ടി ടെൻഡർ ചെയ്തപ്പോഴല്ല, അത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. ആ ടെൻഡർ പിടിച്ച ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? AK ആൻ്റണി കേന്ദ്രത്തിൽ. AK ആൻ്റണി അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ടെൻഡർ പിടിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് AK ആൻ്റണിയുടെ അന്നത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാർ അനുവാദം നൽകാതിരുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അച്യുതാനന്ദനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടം ടെൻഡർ കൊണ്ടുവന്നത്. ആ ടെൻഡർ കരാറുകാരുണ്ടായിട്ടും കേന്ദ്രം സമ്മതിച്ചില്ല, കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീണ്ടും ടെൻഡർ ഉണ്ടായത്. അത് രണ്ടാമത്തെ ടെൻഡറാണ്. ആ ടെൻഡറിലാണ് 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് സഖാവ് പിണറായി ചൂണ്ടിക്കാണിച്ച ആ വിവാദ കരാറുണ്ടായത്. ഞങ്ങൾ ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്താ വാദം? കടൽ കൊള്ളയാണ്. അദാനിക്ക് അനുചിതമായ സൗകര്യങ്ങളും സേവനങ്ങളും പണസമ്പാദന മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കരാറിനോടുള്ള ഞങ്ങളുടെ തർക്കം. എന്തായിരുന്നു ഇപ്പം തെളിഞ്ഞത്? 49% ഷെയറിൻ്റെ വില എത്രയാണ്? 12,300 കോടി. അപ്പം 100% ഷെയറിൻ്റെ വില എത്രയാണ്? ഒരു 26,000 കോടി രൂപ വരും, 25,000 കോടി രൂപ വരും. ഇതുവരെ അവിടെ മുടക്കിയത് എത്രയാണ്? കേരള സർക്കാർ 4,500. സംസ്ഥാന സർക്കാരിനും നല്ലത്. ഞാനൊന്ന് പറഞ്ഞു വെച്ചോട്ടെ. 4,500 കേരളം കൊടുത്തു. 4,500 കേരളം കൊടുത്തു. 2,500 അദാനി മുടക്കി. അപ്പോൾ ചിലവ് എത്രയാണ്? 7,000 കോടി. 7,000 കോടി മുടക്കിയെടുത്ത് ഇന്ന് മൂല്യം എത്ര? 25,000 കോടി ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഷെയർ മൂല്യം കൂടുതലുണ്ടെങ്കിൽ കേരളത്തിന് എന്താ ഗുണം? കേരളം ഷെയർ വെക്കുന്നില്ല. 2060 വരെ കേരളത്തിന് പ്രത്യേക ഒരു അധികാരമില്ല. അവിടെ നടക്കുന്ന ഇടപാടുകളുടെ ലാഭത്തിൽ നിന്ന് 1% നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അവിടെ ഷെയർ മൂല്യം കൂടിയാൽ കേരളത്തിന് ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ? വികസനം വന്നാൽ കേരളത്തിന് വേറെ ഗുണം കിട്ടും. അപ്പോൾ കൃത്യമായ ധാരണ വേണം. ഉമ്മൻചാണ്ടിയുടെ കരാർ കടൽക്കൊള്ളയാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചു. ഇപ്പോഴത്തെ ഈ ഇടപാട് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നിയമപ്രകാരം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ ഉറച്ചു നിൽക്കാൻ VD സതീശൻ തയ്യാറുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിൽ 25% കൂടുതൽ ഷെയർ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടി അനുവാദമില്ലാതെ കൈമാറാൻ പാടില്ല എന്ന വ്യവസ്ഥ വെച്ചു? ഇവിടെ കോൺഗ്രസിൻ്റെ പ്രകൃതി ഡൈല്യൂട്ട് ചെയ്തു ആ കരാർ. നിങ്ങൾ കരാറിൻ്റെ 5(3) എടുത്ത് വായിക്കൂ. എന്താ ഇതിൽ പറയുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി എവിടെ വരെ വേണം? 25% താഴെയുള്ള ഓഹരി MSC കമ്പനിക്കോ ഏത് കമ്പനിക്കോ അദാനി കൈമാറിയാലും നമുക്ക് ചോദിക്കാൻ കാര്യമില്ല. 25% താഴെയുള്ള ഷെയർ കൈമാറിയിട്ട് ഇപ്പം ചെയ്ത പോലെ സെബിക്ക് കൊടുത്ത് അത് ലിസ്റ്റ് ചെയ്ത് പോകുന്നതിനോട് തർക്കമില്ല. പ്രശ്നം എന്താണ്? അത് 25% മേലെയാണെങ്കിൽ കേരള സർക്കാർ അറിയണം. എന്തുകൊണ്ട്? അത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ആവും. നമ്മൾ കരാറുണ്ടാക്കിയ കമ്പനി അദാനിയാണെങ്കിൽ MSC ആയിട്ട് കരാറുണ്ടാക്കുന്നതിന് തുല്യമായി വരും. അങ്ങനെ MSCക്ക് കരാർ കൊടുക്കാൻ കേരള സർക്കാരിന് ഇപ്പോൾ അധികാരമില്ല. ഇതാണ് ആ വ്യവസ്ഥ. കേരള സർക്കാർ അല്ലല്ലോ കൊടുക്കുന്നത്, അദാനിയല്ലേ കൊടുക്കുന്നത്. 49% വിഴിഞ്ഞത്ത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിനാണ് ഒരു ക്ലാരിറ്റി വരുന്നത്. വിഴിഞ്ഞത്തിന്റെ 49% ഓഹരി അല്ലല്ലോ കൊടുക്കുന്നത്. ഇല്ല.
വിഴിഞ്ഞത്തിന്റെ 49% കൊടുക്കുന്നില്ല, അദാനിയുടെ 49% അല്ലേ കൊടുക്കുന്നത്? 5.3 വ്യവസ്ഥ എന്താ പറയുന്നത്? 5.3 വ്യവസ്ഥ 25% മുകളിൽ പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. അത് നേരത്തെ ഉണ്ടായിട്ടില്ല, അത് ഞാൻ മനസ്സിലാക്കുക. അതെ, അത് ലംഘിച്ചു എന്ന് സംസ്ഥാന സർക്കാർ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. അതിൽ അതൃപ്തി അറിയിച്ചു അദാനിയെ. ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം, താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം, ഇടതുപക്ഷത്തിന്റെ ആശങ്ക ഇതിൽ എന്താണ് എന്നുള്ളതാണ്. അതെ, ആദ്യം ഒന്ന് കേൾക്കൂ. ഇടതുപക്ഷം ഉണ്ടാക്കിയതാണല്ലോ വിഴിഞ്ഞം. ഈ സതീശൻ വന്ന് കടൽ ശോഷണം ഉണ്ടാകും. ഈ വിഴിഞ്ഞം ഉണ്ടാക്കാൻ പാടില്ല. അവിടെ ഒരു ക്രൈം വന്നു, അതിൻ്റെ മേലെ വെള്ളം അടിച്ചു പിണറായി വിജയൻ. വിമോചന സമരം പ്രഖ്യാപിച്ചു KPCC പ്രസിഡന്റ്. പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 1 വെള്ളി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് മുടക്കിയിട്ടില്ല. മുഴുവൻ പൈസയും കൊടുത്ത പിണറായി സർക്കാരാണ്. LDF അധികാരത്തിൽ വരും മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത്. നിയമപ്രകാരം നടപ്പാക്കിയാൽ മതിയാവും. വിയോജിപ്പുണ്ടെങ്കിലും നടപ്പാക്കി. അതുകൊണ്ട് മൊത്തം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാന്ന് പറഞ്ഞ ആരും നടക്കണ്ട. ഈ ചരിത്രമൊന്നും മറന്നു പോകരുത്. ഇന്നലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ വന്നതിന് മറുപടിയാണ്. അല്ല, ഇടതുപക്ഷത്തിന്റെ നിലവിലെ ഈ മറുപടിയല്ലേ പറയണത്. MSC 49% ഓഹരികൾ, അദാനിയുടെ 49% ഓഹരികൾ ഏറ്റെടുത്താൽ ഇടതുപക്ഷത്തിന്റെ നിലവിലെ കൺസേൺ എന്താണ്? നമ്പർ 1, ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി വ്യക്തമാക്കി എന്താണ് ഇടതുപക്ഷത്തിൻ്റെ കൺസേൺ. ഒന്നാമത്തെ കാര്യം, ഇത് നേരെ പോവാണെങ്കിൽ ഇതിനെ ഒളിച്ചു ചെയ്ത് VD സതീശനെ എന്തിനാ വിമാനത്തെ കയറ്റി മംഗലാപുരം വരെ കൊണ്ടുപോയത്? KPCC ആഫീസ് വെച്ച് തീർത്താ പോരെ? അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപ്, താങ്കൾ പറയുന്ന ഈ മംഗലാപുരം യാത്ര കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുൻപാണ്. ആ മുൻപ് അവർ നേരത്തെ അറിഞ്ഞോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും? കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് ഉറപ്പില്ലെങ്കിലും മുസ്ലിം ലീഗിന് ഉറപ്പുണ്ടായിരുന്നു, അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇടതുപക്ഷം അധികാരത്തിൽ വരില്ലെന്ന് അദാനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിന്റെ തെളിവ് ഞാൻ പറയാം. അതിന്റെ തെളിവ് ഞാൻ പറയാം. ഞങ്ങളുടെ തെളിവിരിക്കല്ലേ? എന്താ തെളിവ്? ഒന്നാമത്തെ പോയിന്റ്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നാണ് MLA-മാരിൽ ഭൂരിപക്ഷം തീരുമാനിച്ചത്. കേന്ദ്ര നിരീക്ഷകരെ തിരുവനന്തപുരത്ത് KPCC ആഫീസ് വന്നപ്പോൾ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് ലീഗിന്റെ നേതാക്കന്മാരെ നേരെ ഇടിച്ചു കയറി KPCC ആഫീസിലേക്ക്. എന്നിട്ട് അവരെ ചെന്ന് കണ്ടു. ഇറങ്ങി വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ, നിങ്ങൾ കേട്ടോ? ആ ബൈറ്റ് ഒന്നും ഇട്ടു നോക്ക്. എന്താ പറഞ്ഞെന്നറിയാമോ? അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്ത തീരുമാനം അറിയിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയും. കോൺഗ്രസ് തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയാം. അങ്ങനെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ലീഗ് പറയുന്നത്? കോൺഗ്രസ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്താൽ സ്വാഭാവികമായി UDF നേതാവാകും എന്നല്ല പറയുന്നത്. നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങളെ അറിയിക്കുക, അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടോ എന്ന് പറയാം. ഇത് കുഞ്ഞാലിക്കുട്ടി പരസ്യപ്പെടുത്തുകയാണ്, ഇപ്പോഴല്ല. നിരീക്ഷകരെ കണ്ട ശേഷമുള്ള ആദ്യ ബൈറ്റ് നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്യുക. അതിനുശേഷം എന്തുണ്ടായി? മുസ്ലിം ലീഗ് കൃത്യമായിട്ടും VD സതീശന്റെ ബില്ല് ഉറച്ചു നിന്നു. എന്തുകൊണ്ട്? താങ്കൾ പറയുന്നത് കേരളത്തിൽ പിണറായി 3.0 വരില്ല എന്ന് അദാനിക്ക് അറിയാമായിരുന്നു, മുസ്ലിം ലീഗിന് അറിയാമായിരുന്നു, പക്ഷെ ഇടതുപക്ഷത്തിന് അറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അറിയുന്നതിൽ പരാജയപ്പെട്ടല്ലോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ പാലം ഉണ്ടാക്കി നടന്നു, റോഡ് ഉണ്ടാക്കി നടന്നു, ദേശീയപാത ഉണ്ടാക്കി നടന്നു, വിഴിഞ്ഞം ഉണ്ടാക്കി നടന്നു, മറ്റൊരു വർഗീയതയും പറഞ്ഞു നടന്നു. ശരി, ഞങ്ങൾക്കെതിരെ നുണകൾ ഉണ്ടാക്കി നടന്നു. ആശങ്ക എന്താണെന്ന് ചോദിച്ചത്. ഇപ്പം ഫെയർ കോമ്പറ്റീഷൻ എന്നൊരു പ്രശ്നം ഇടതുപക്ഷത്തിന് അങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TP ജയചന്ദ്രൻ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ കുറെ അധികം നേരമായി മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ. ശ്രീ അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ടല്ലോ.